നമുക്കൊരു പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ആയാലോ? ആദ്യം തന്നെ ഗീയിലേക്ക് കിസ്മിസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സെയിം ഗീയിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പട്ട, കറിയാമ്പ്, കുരുമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റോസ്റ്റഡ് റവയും കൂടെ ഇടുന്നുണ്ട്, ജസ്റ്റ് ഫോർ എ ടേസ്റ്റ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെൻ്റെ മമ്മിക്ക് പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. അതിലേക്ക് നമുക്ക് ബീഫ് സ്റ്റോക്ക് ഇടാം, പിന്നെ രണ്ടാം പാലൊഴിക്കാം. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാം. നമ്മൾ ആദ്യം തന്നെ ഗീയിൽ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസ് ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്നും ബോയിലായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റത്തെ തേങ്ങാപ്പാലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സിമ്പിൾ ബീഫ് സ്റ്റൂ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.